ഹൗസ് ഓണർക്ക് ജോലി സ്ഥലം മാറ്റം കിട്ടിയാണോ ഈ വീട് പകുതി വിലക്ക് വിൽക്കണം. വെയില് കാരണം ഇത് നനക്കാനൊന്നും ആളില്ലാത്ത കാരണം നമ്മൾ ഫോട്ടോ കണ്ടുകൂട്ടല്ല ഇപ്പൊ ഉള്ളത്. അത് നേരത്തെ എടുത്ത ഫോട്ടോ ആണ്. നനക്കാനൊക്കെ ഒന്നും ആളില്ലാത്ത കാരണം, നോക്കാൻ ആളില്ലാത്ത കാരണം ഇതൊക്കെ നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും പഴയതോട്ട് തന്നെ ഈ വെയില് കാരണം നാനില്ലാത്ത കാരണം ഉണങ്ങിക്കിടക്കാം. ഈ ശരിക്കും ഒരാഴ്ച നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ പച്ചപ്പിലോട്ട് തിരിച്ചു വരും. നല്ല അടിപൊളി വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വീടാണ് ഇത്. നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ലാഭമാണ്. അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിക്കണം കേട്ടോ. ഞാൻ എപ്പോഴും പറയണേ, പലരും ലൈക്ക് അടിക്കാറില്ല. നിങ്ങൾ ഈ കാരണം ഇതൊക്കെ ഒരുപാട് അന്വേഷിച്ച് ചേർന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ്. അപ്പൊ നിങ്ങളൊരു ലൈക്ക് അടിച്ചെങ്ങനെ സഹകരിക്കണം കേട്ടോ. എന്നിട്ട് താഴത്തോട്ട് സ്ഥലമുണ്ട്. ഇവിടെ വേസ്റ്റ് ഒക്കെ ഇത് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ സെറ്റപ്പ് ഇതിന്റെ താഴത്തുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പട്ടിക്കൂട്, ഇതിന്റെ കാർ പോർച്ച് പുറത്തുണ്ട്. ഈ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2750 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 4 ബെഡ്റൂം ഉണ്ട്. മുറ്റത്ത് പറ്റാത്തൊരു കിണറുണ്ട്. അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള ഒരു വീടാണ്. ഇതിപ്പോ ഈ ഇവിടെ താമസമില്ലാത്ത കാരണം ഈ ഒരു പ്രശ്നം. കാരണം ഈ ചെടികളൊക്കെ നട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സമയത്തിന് നനച്ചില്ലെങ്കിൽ ഇതെല്ലാം ഉണങ്ങിപ്പോവും. നമ്മൾ തന്നെ സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ വീഡിയോ കഴിയുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടെ. സ്കിപ്പ് ചെയ്ത് കണ്ടുകഴിഞ്ഞെങ്കിൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ കേൾക്കാണ്ട് പോകും. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കേരളത്തിൽ അങ്ങോളം നിങ്ങളും നമ്മളിപ്പോൾ ഒരു 320 മുകളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനോ മറ്റ് ചെലവുകളോ ഒന്നുമില്ല. വീടിന്റെ ഓണറോട് നേരിട്ട് ബൈ ചെയ്യാം. നമുക്കിനി ഈ വീടിന്റെ ലിവിങ് ഏരിയ ആണ്. ഇതാണ് ഈ വീടിന്റെ ലിവിങ് റൂം. ലിവിങ് റൂമിന്റെ ഒക്കെ വലിപ്പം നോക്കിക്കോട്ടെ. കണ്ട, ഇവിടെ തന്നെ ഒരു ടിവിയുടെ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഏരിയ ഉള്ളൊരു ലിവിങ് ഏരിയയാണ് ഈ വീടിനുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. കാണാനും നല്ല സെറ്റപ്പാണ്. നമ്മളുടേതായ രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത്തിരി കൂടി ഭംഗി കൂടും. ഓരോരുത്തർക്ക് ഒരു ഐഡിയ അല്ല. നിങ്ങൾക്ക് ഒരു റൂമായിട്ട് കാണാം. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. നമുക്ക് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള റൂമാണിത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇത്. പിന്നെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത് കാരണം എല്ലാവരും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് പണിതേക്കണം. കാരണം എല്ലാത്തിലും ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഇത് എന്താ പറയണ നല്ലൊരു ലുക്ക് ഉണ്ട്. കാരണം എല്ലാവരും ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തേക്കണം. ഫ്ലോറിങ് ആയാലും ഫ്ലോറിങ് ഒക്കെ ഉണ്ടല്ലേ, എല്ലാവരും ഒന്നിനൊന്ന് കോപ്പി ചെയ്യാണ്ടേ എല്ലാവരും വ്യത്യസ്ത എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ കണ്ട, ഈ വീടിന്റെ ഒരു ഓപ്പൺ കിച്ചണാണ്. സ്റ്റെയർ കേസിന്റെ അടിയിലായിട്ടാണ് ഇതിന്റെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തേക്കണം. അത്യാവശ്യം ഒരു ഏരിയ ഉണ്ടത്. ആ ഒരു സ്പേസും കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വാഷ് കൗണ്ടർ ഏരിയയാണ് ഈ വീടിനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ കിച്ചണും റൂമൊക്കെ കാണാം. കഴിഞ്ഞ ദിവസം ഈ യാത്രയാണ്, തണുത്ത വെള്ളം കുടിച്ച് ചുമയാണ്, തൊണ്ടവേദനയും ചുമയൊക്കെയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കാട്ടാ. ഇതാണ് മെയിൻ ബെഡ്റൂം. താഴത്ത ബെഡ്റൂമിന്റെ വലിപ്പം നോക്കി, 10-17 അടിയായിട്ട് നീളമുണ്ട്. അതേപോലെ തന്നെ ഒരു 12 അടിക്ക് മേളിൽ വീതി ഉണ്ടെന്നുണ്ട്. 13 അടിയോളം വീതി ഉണ്ടെന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. അത് നല്ല വലിപ്പം തന്നെ പറയാനുള്ളത്. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, നല്ല നീളവും വീതിയൊക്കെ ഉള്ള ബെഡ്റൂംസാണ് ഈ വീടിനുള്ളത്. ബാത്റൂമും കണ്ട്, ബാത്റൂം എല്ലാവരും അതുപോലെ തന്നെയാണ്. നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഈ വീടിനുള്ളത്. തൊണ്ടടഞ്ഞിരിക്കണ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട്. നമുക്ക് 1 by 1 ആയിട്ട് ഒരു തന്നെ കാണാം. ഇനി നമുക്ക് കിച്ചൺ കാണാം. ഓപ്പൺ കിച്ചണാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. സൈഡിൽ ലൈറ്റൊക്കെ കൊടുത്ത് കാണാനൊരു ലുക്കാക്കിയിട്ടുണ്ട് വീട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ. കാരണം ഇത് വിൽപ്പനയ്ക്കൊന്നും വേണ്ടി പണിതേക്കുന്ന ഒരു വീടേ അല്ല. ആ ഒരു സെറ്റപ്പിൽ സ്വന്തം വയസ്സിന് വേണ്ടി അവരുടെ ഒരു മനസ്സിലുള്ളൊരു സെറ്റപ്പാണ്. അങ്ങനെ എല്ലാവരും ഒരാഗ്രഹമുള്ള നല്ല അടിപൊളി ഒരു വീട് എല്ലാ മലയാളികളും സ്വപ്നമാണത്. അത് അവരുടെ ഐഡിയയിൽ അവർ സെറ്റ് ചെയ്തിരുന്നുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൂപ്പർ ഒരു കിച്ചണാണ്. ഇതിന്റെ സെക്കൻഡ് കിച്ചൺ കാണാവുന്നത്. ഈ സൈഡിൽ വരെ ചെറിയ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ സെക്കൻഡ് കിച്ചൺ വന്നത്. ഇവിടെയാണ് തീ കത്തിക്കലും കാര്യങ്ങളൊക്കെ. ഇവിടെ പുകയില ഒരടുപ്പും സെറ്റ് ചെയ്യുന്നുണ്ട്, വിറകടുപ്പും. ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വീടിന് പുറത്ത് വേറൊരു സ്പേസ് ഉണ്ട്. ഇതിൻ്റെ അത് 2 ബാത്റൂമും ഒരു 500 സ്ക്വയർ ഫീറ്റ് ഉള്ളതാണ് ഒരു ഏരിയയാണിത്.
ഇതിൻ്റെ അകത്ത് വാഷിംഗ് മെഷീനൊക്കെ ഇതിൻ്റെ അകത്താണ് സെറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ തുണി ഉണക്കാനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. സർവൻ ബാത്റൂം 2 എണ്ണം അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട്. ഈ സൈഡിലൊക്കെ ഇഷ്ടം പോലെ വാഴയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചേക്കണേണ്. കാരണം സ്ഥലം ഉണ്ടല്ലോ, 31.25 സെന്റ് സ്ഥലമുണ്ട് ശരിക്കും. അത് 31 കൂട്ടിയാൽ മതി. അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടാരക്കരയാണ്, കൊല്ലം കൊട്ടാരക്കര. ഇതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി. അതിൻ്റെ അത് ഫുൾ ഡീറ്റെയിലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് വായിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം എനിക്ക് സംസാരിക്കാനുള്ളൊരു ചെറിയൊരു ഇതുകൊണ്ടേ, കാരണം ഞാൻ പറഞ്ഞ തണുത്ത വെള്ളം കുടിച്ചിട്ടാണ് ചൂട് കാരണം ഭയങ്കര ദാഹമാണ്. അപ്പോൾ ഈ തണുത്ത വെള്ളം കുടിച്ച് തൊണ്ടവേദനയും ചുമയുമായി പോയി. ഇനി മുകളിലത്തെ നിലയിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും പറയണത്. അപ്പോൾ നിങ്ങളൊന്നും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. അപ്പോൾ എല്ലാ വീഡിയോയിലൊന്നും ഇല്ല, ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കുക. അല്ലാതെ മുകളിലത്തെ മുറിയിൽ നമ്മൾ നേരെ കയറി വന്ന ബെഡ്റൂമാണ്. താഴത്തെ ബെഡ്റൂം പോലെ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ റൂം. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഒരു ഇടുങ്ങിയ സെറ്റപ്പ് ഒന്നുമില്ല. 2750 സ്ക്വയർ ഫീറ്റ് വീടാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഈ വീടിൻ്റെ വില പറഞ്ഞില്ല. ഈ വീടിന് ഉദ്ദേശിക്കണ വില എന്ന് പറഞ്ഞാൽ 80 ലക്ഷം രൂപയാണ്. അത് പാർട്ടിയായിട്ട് നേരിട്ട് സംസാരിച്ച് നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അത് വീടിൻ്റെ ഓണറായിട്ട് നേരിട്ട് സംസാരിച്ചാൽ മതി. ഇത് കണ്ട ഇതിൻ്റെ ബാത്റൂം കണ്ട, നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് എല്ലാവരും. അതാണെങ്കിൽ ഇവരെ അധികം താമസിച്ചിട്ടൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ്. ഒരു കംപ്ലൈൻ്റ് എന്താ പറയണ ഒരു പാച്ച് ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ സെറ്റപ്പാണ്. ഇത് മുകളിലത്തിലല്ല 2ാമത്തെ റൂം. ഈ റൂമിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോട്ടാ, എല്ലാത്തിനും നല്ല വലിപ്പമാണ്. ഇപ്പം ഇവരിവിടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചേക്കണത്. എന്താ ഇഷ്ടം പോലെ സ്പേസ് ഉള്ളത് കാരണം ഇവിടെ കബോർഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി വീടിൻ്റെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഇതാണ് ഇതിൻ്റെ ബാൽക്കണി. നല്ലൊരു ഏരിയ ഉണ്ട് ബാൽക്കണി. ഇവിടെ ഒരു കസേരയൊക്കെ ഇട്ടിരുന്ന് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കണ്ട വീടിൻ്റെ ഒരു ലുക്ക് കണ്ട. ശരിക്കും അവിടേക്കൊന്ന് ശരിക്കും നനച്ചു കൊടുത്ത്, അതിപ്പോൾ ഈ ചൂടല്ലേ, ചൂടായതുകൊണ്ട് നനക്കാഞ്ഞിട്ടാണ് ആ പുല്ലും കാര്യങ്ങളൊക്കെ കരിഞ്ഞു പോയേക്കണം. അത് വെറുതെ ഒരാഴ്ച നനച്ചു കൊടുത്ത് വീണ്ടും അതേ കൂടെ തന്നെ പച്ചപ്പായിട്ട് വരും. അപ്പോഴാണ് കാണാൻ വേണ്ടി ഭംഗി. അപ്പോൾ നമ്മളിതൊക്കെ രാവിലെ ഒന്ന് നനച്ചൊക്കെ കൊടുത്ത് സൂക്ഷിക്കണമെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഇത് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമല്ലേ. ഇത്രയും നല്ലൊരു വീടാണ് നിങ്ങൾക്ക് വെറും 80 ലക്ഷം രൂപ, 31 സെന്റ് സ്ഥലവും, അതുപോലെ തന്നെ 2750 സ്ക്വയർ ഫീറ്റ് വീട്, പിന്നെ പുറത്തൊരു 500 സ്ക്വയർ ഫീറ്റിൻ്റെ വേറെ ഏരിയ വേറെ. നിങ്ങളിപ്പോൾ എല്ലാം കണ്ടില്ലേ. അപ്പോൾ ഇത്രയും നല്ലൊരു വീടാണ്. അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനൊക്കെ ഉള്ളവർ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോ, എന്നിട്ട് നമുക്ക് കോൾ ചെയ്തോ.